ഹലോ കേക്കാവോ? കേക്കുന്നുണ്ട് ബ്രോ. എന്തായിരുന്നു സംഭവം? എന്തായിരുന്നു ഒന്ന് പറഞ്ഞേ. സംഭവം ഒന്നുമില്ല, ഞാൻ മറ്റേ ഡ്രസ് ഷോപ്പിൽ നിൽക്കായിരുന്നു. ഉള്ളിലേക്ക് വന്ന് ഒരാൾ ആദ്യം അടിച്ച് പറഞ്ഞ അറിയാണ്ട് അടിച്ചാന്ന് പറഞ്ഞ് വിട്ട്. അത് കഴിഞ്ഞ് എന്നെ നോക്കി ഇന്ന് ഒരുത്തൻ പിന്നെ വന്ന് അടിച്ച്. നിങ്ങളെ ബാക്കിൽ ഗോകു അടിച്ചോ? ജൂഡടിച്ച്. പിന്നെ ആരടിച്ചു? അതന്നെ ഇത്ര രണ്ടാമത് ഇങ്ങനെ വന്ന് അടിച്ച് ബ്രോ അടിക്കേണ്ട ആവശ്യം എന്താ പറഞ്ഞു. ഇനിയും അടിക്കുന്നു, ഞാനും തിരിച്ചടിക്കുന്നു. ഇത്രേ ഉള്ളൂ. സംസാരിക്കാന്ന് പറഞ്ഞിട്ട് രായണ്ണും ഞാനും ചന്ദ്രനും കൂടെ അവിടെ പോയണ്ണ. എന്നെ അടിച്ച് ചന്ദ്രനെ അടിച്ചെണ്ണ. എന്നിട്ട് പറഞ്ഞു നീ കൂടുതൽ കൂടുതൽ മാസം ഇറക്കണ്ട. ഞാൻ എന്താ അടിക്കണ, നീ എന്താ അടിക്കണെന്ന് വെച്ചപ്പോ കൂടുതൽ മാസം ഇറക്കണ്ട, നീയൊക്കെ പോന്നൊക്കെ പറഞ്ഞു. മൊട്ടന്നാളല്ല എടാ നിനക്ക് നമ്മളിങ്ങനെ വിഷം വരുന്നുണ്ടാ? വിഷം വരുന്നുണ്ടാ? കഴപ്പാടാ നിന്റെ. കേള്. അപ്പൊ ബ്രോ, ഇപ്പൊ നമ്മള് ഞാനൊരു കാര്യം പറഞ്ഞ ബ്രോയെ നമ്മൾ എടുത്തോണ്ട് വന്നെന്ന് പറഞ്ഞിട്ട് കുടുംബത്തിൽ നിന്ന് ഒരാൾ പോലും ഒരു പട്ടി പോലും വിളിച്ചില്ല. എന്താന്ന് അറിഞ്ഞൂടാ. അത് ഇവന്മാർക്കൊക്കെ വേണ്ടിട്ട് ഈ വഴക്കൊക്കെ ഉണ്ടാക്കാൻ നടക്കുമ്പോ ആലയൊക്കെ കാണിച്ചു. ഇവര് വന്ന് ഒന്നും നമ്മുടെ അടുത്തൊന്നും മൈൻഡ് പോലും ചെയ്തില്ല. ഞാനാണെങ്കിൽ ബ്രോയുടെ വീട്ടിൽ നമ്പർ തപ്പി പിടിച്ച് ആളെ വിളിച്ചപ്പോ ഹോസ്റ്റൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോ അവനെ വെച്ചോ, നമുക്കിപ്പോ സമയമില്ല, നമ്മൾ വേറെ അടുത്ത് പോകാൻ അവൻ ഫോൺ വെച്ചു. നീയല്ലേ പറഞ്ഞ നിന്റെ അണ്ണന്മാര് വരും, നമ്മളങ്ങ് ഒലത്തും മറിക്കും പൊരട്ടും. ഇതിപ്പോ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും ബ്രോ? അതെന്നെ ചോദ്യം. അതെനിക്കറിയില്ല. ഞങ്ങൾക്കറിയാം ഇത് നമുക്ക് ഒരു റൗണ്ട് പ്രീ വാറിന് നിങ്ങളെ പിടിച്ച് തല്ലാം. അത് കഴിഞ്ഞിട്ട് വാർ വിട്ട് നിങ്ങളെ രണ്ടുപേരും തല്ലിയിട്ട് ഇത് സോൾവ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് നട്ടല് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് നിന്റെയൊക്കെ അണ്ണന്മാർക്ക് വെച്ചു കൊടുക്കാൻ. നീ എല്ലാത്തിനും ഓക്കെ പറഞ്ഞു. നിനക്ക് നട്ടില്ല. ഇല്ല കൺഫേം ചെയ്ത്. അപ്പൊ പിന്നെ ഒരു കാര്യം ചെയ്യാം, അങ്ങനെ തന്നെ ചെയ്യാം. നിന്റെ അണ്ണന്മാരൊക്കെ വരുമോ നോക്കട്ടെ. നിന്റെ അണ്ണന്മാര് ഒന്നിട്ട് ഓസ്ട്രേലിയ വേണമെങ്കിൽ അണ്ണന്റെ നമ്പറൂടെ കൊടുത്തരാം. അവന്മാര് വിളിക്കുവാണെങ്കിൽ സ്പീക്കർ ഇട്ട് ഇവരെ തന്നെ അവന്മാർ തലിക്കോണം കേൾപ്പിച്ചു കൊടുക്കാമല്ലോ. അല്ല അപ്പൊ ഇവര് മനസ്സിലാവില്ല ഇവരെങ്ങനെ നല്ലൊരു ഗ്യാങ്ങിലോട്ട്. ഇവിടെ കിടുക്ക് ഗ്യാങ് ഉണ്ട്. ഇവിടുന്ന് ഇറങ്ങി വേണ്ടേ? അല്ല വലിച്ചെന്നിട്ടില്ല. അവര് കേടുന്നോ കേറുന്നു വെച്ചാൽ നല്ല ഗ്യാങ്ങല്ലേ. കുറച്ച് കൊള്ളാന്നുള്ള ഗ്യാങ്ങിന്റെ അങ്ങനെയാണെങ്കിൽ അല്ല കൊള്ളാന്നുള്ള ഗ്യാങ്ങല്ലേ പറഞ്ഞത്. ചീട്ടത്തിന്ന് പട്ടിത്തിലോട്ട് പോകാൻ ആഗ്രഹിക്കില്ലല്ലോ. വെറുതെ കൊണടിക്കല്ലേ അവിടെ. ഹലോ നമ്മുടെ കൂട്ടത്തില് രണ്ടുപേരെ പുള്ളി ഒന്ന് ഇടിച്ചിട്ടായിരുന്നു. ഇടിച്ചിട്ടിട്ട് നിങ്ങളെന്തോ വന്ന് നമ്മളെ അടിച്ചിടുമെന്നോ എന്തൊക്കെയോ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് അവനിങ്ങ് കൊണ്ടുവന്നു. അവന്റെ വർത്താനം ശരിയല്ല. അവന്റെ ഓസ്റ്റെടുത്തിന്റെ പേരെന്തോടാ? എടാ ഇവന്റെ പേരെന്തോടാ? ഓസ്റ്റെടുത്ത പേരെന്തോടാ നിന്റെ? കേട്ടില്ല. ഗണു. ഡിമാൻഡ് എന്താ പറയുക? നമ്മുടെ ദേഹത്ത് എടുത്തിട്ട് അടിച്ചവനെ നമുക്ക് അങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് തിരിച്ചടിക്കണം. ഞങ്ങൾ തിരിച്ചടിക്കും. ഫയർ സിറ്റുവേഷൻ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെ അടിച്ചിട്ട് കണ്ണെടുത്തപ്പോഴാണ് അവനെ വെടിവെച്ചിട്ടത്. ഗണ്ണെടുത്തോന്നുള്ള കാര്യം എനിക്കറിയത്തില്ല ബ്രോ. സിറ്റുവേഷനിൽ ഞാൻ ഇല്ലായിരുന്നു. നിങ്ങളുണ്ടോ സിറ്റുവേഷനിൽ? ഗണ്ണെടുത്തോ ഇല്ലെന്നോ കൺഫേം ചെയ്യാൻ? അല്ലല്ല അത് ഞാൻ പറഞ്ഞു. അത് ഞാനും പറഞ്ഞു ബ്രോ. ബ്രോയിൽ ഞാനും ഇല്ല ബ്രോയും ഇല്ല സിറ്റുവേഷനിൽ. അപ്പൊ പിന്നെ നമുക്കത് അറിഞ്ഞൂടല്ലോ. ഗണ്ണെടുത്ത കാര്യം എനിക്ക് അറിഞ്ഞൂടാ ബ്രോ. ഗണ്ണെടുത്തില്ലെങ്കിലും മേത്ത് അടിച്ചു കഴിഞ്ഞാൽ കൊണ്ടുവരും ഇതുപോലെ. അതത്രേ ഉള്ളൂ. അത് അങ്ങനെ പറയാനുള്ളൂ. വേറെ അതിൽ കൂടുതലൊന്നും പറയില്ല.
മേത്ത് ഇടിച്ചാലും കണ്ണെടുത്താലും എന്തായാലും കൊണ്ടുവരും ഹോസ്റ്റേജ് ആയിട്ട് പുള്ളി. എന്തായാലും നമ്മള് ഞാനൊരു കാര്യം പറയാം, മുന്നോട്ട് പോയി അവനങ്ങ് കൊന്ന് കത്തിക്കും. നിനക്കൊക്കെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ വന്ന് ചെയ്യാൻ മനസ്സിലായടാ? എന്തൊരു പഴമിഴങ്ങളാ നിങ്ങള് എല്ലാം കേട്ട് ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞു. കൂടെ ഉള്ള ഒരുത്തനല്ലടാ കൊണ്ടുപോയത്. എന്തായാലും കണ്ണാപ്പി ഇറങ്ങി വേടാ. ആണ് കണക്ക്. എടാ ഇവനെ ഒന്ന് നൈസായിട്ട് ഇതാക്കിട്ട് വിട്ടാ മതി. ഞാനൊന്ന് വിഷ് ചെയ്തിട്ട് വരാം അവളെ. ഒരു മിനിറ്റ്.